നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുമ്പോൾ കണ്ണൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ മഹാലക്ഷ്മിയെ ഏൽപ്പിച്ചാണ് കണ്ണൻ പോകുന്നത്. പ്രതാപനോട് വീണ്ടും കണ്ണൻ പറയുന്നു, ഇനി എന്നെയും എൻ്റെ ഭാര്യയെയും ഉപദ്രവിക്കാനാണ് വരുന്നതെങ്കിൽ എൻ്റെ കാറിൽ നിങ്ങളുടെ ലോറി ഇടിച്ച സംഭവം ഞാൻ വീണ്ടും അന്വേഷിപ്പിക്കും. എനിക്ക് വേണ്ടി കേസ് വാദിക്കാൻ ഒരു വക്കീലും വേണ്ട, ഞാൻ തന്നെ മതി. ഒരു വക്കീലായ എനിക്ക് അകത്തു വച്ചിരിക്കുന്ന കറുത്ത കോട്ടെടുത്ത് ഇടേണ്ട താമസം മാത്രമേയുള്ളൂ. ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഒത്താശ ചെയ്തു തരുന്ന എല്ലാവരും കൂടി അറിയാനാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരെണ്ണത്തിനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. പിന്നെ നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട, നരകമായിരിക്കും. തൻ്റെ ഈ മോൾക്ക് വേണ്ടിയല്ലേ താൻ ഇതൊക്കെ ചെയ്യുന്നത്. മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഇവൾ സ്വസ്ഥതയോടെ ജീവിക്കുമെന്ന് കരുതേണ്ട. കണ്ണൻ്റെ വാക്കുകൾ കേട്ട രണ്ടാനമ്മയും മോളും പ്രതാപനും മോളും ഭയപ്പെട്ടു. അതോടെ പ്രതാപൻ കണ്ണനോട് പറയുകയാണ്, ഗുണ്ടകളെ കൊണ്ടുവന്നത് അയാളല്ലെന്ന്. ഇത് കേട്ട മഹാലക്ഷ്മി, ഇനിയും നിങ്ങൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കേണ്ട. കരുണയും പ്രതാപനെ സപ്പോർട്ട് ചെയ്ത് കണ്ണൻ്റെ ബിസിനസ്സിലെ ശത്രുക്കളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു. ഇയാളുടെ മകളല്ലേ നീ, പിന്നെ ഇയാളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ പ്രതാപൻ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നു. മഞ്ജുവിൻ്റെ കല്യാണത്തിന് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് കണ്ണനോട് ചോദിക്കുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നു, നിങ്ങൾ വിഷയമൊന്നും മാറ്റാൻ ശ്രമിക്കേണ്ട. മേഘനാഥനെ പോലെ ഒരു ദുരന്തത്തിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ കല്യാണം കൂടാതിരിക്കുന്നത്. തന്നെയുമല്ല, ആ കല്യാണത്തിന് വേണ്ടി സാമ്പത്തികമായും ഞാൻ ഒരു സഹായവും ചെയ്തു കൊടുക്കില്ല. കല്യാണം കൂടില്ല എന്നൊരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിനൊരു മാറ്റവും ഉണ്ടാകില്ല. ഇതൊക്കെ കേട്ട് രണ്ടാനമ്മ ദേഷ്യത്തോടെ കണ്ണനോട് പറയുന്നു, ഇതൊക്കെ ഇവളുടെ തലയണ മന്ത്രം കൊണ്ടാണെന്ന്. അങ്ങനെ വിചാരിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് കണ്ണനും പറഞ്ഞു. പ്രതാപൻ അവിടെ നിന്നും പോകാനായി ഇറങ്ങിയപ്പോൾ മഹാലക്ഷ്മി പുറകെ ചെന്ന് പ്രതാപനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, കണ്ണേട്ടനെ കൊല്ലാൻ നിങ്ങൾ വീണ്ടും നോക്കി. ഇതുപോലെ നിങ്ങൾ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതല്ലേ. അന്ന് ഞാനുമുണ്ടായിരുന്നു നിങ്ങളുടെ ഒപ്പം ആ ലോറിയിൽ. അന്നേ എനിക്ക് തോന്നിയിരുന്നു നിങ്ങൾ മനഃപൂർവ്വം ബൈക്കിൽ ലോറി ഇടിപ്പിക്കുകയായിരുന്നു എന്ന്. അന്ന് ഞാനൊരു കൊച്ചു കുട്ടിയായിരുന്നു. ഒരു സാധു മനുഷ്യനെയാണ് നിങ്ങൾ ലോറി കയറ്റി കൊന്നത്. അന്ന് ആ മനുഷ്യൻ്റെ കൂടെയുണ്ടായിരുന്ന കുട്ടിയാണ് ഈ കണ്ണേട്ടൻ. അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ അവരെ തിരക്കി ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അച്ഛൻ മരിച്ചു, മകൻ ICUവിലാണെന്ന്. അന്ന് ആ ആശുപത്രിയിൽ ഈ മേഘനാഥൻ്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നതായി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മേഘനാഥൻ്റെ അച്ഛനെ നേരത്തെ തന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണ് ഈ കല്യാണം നടന്നതും. മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിവിറച്ചിരിക്കുകയാണ് പ്രതാപൻ. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.